ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക്. കൊക്കം വളർത്തുന്നു. ഈ പേരും ഈ ശബ്ദം അറിയാത്ത മലയാളികളായി ആരും തന്നെ ഇല്ല. ഈ പാതള ഷാജി എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റൽ ഫേമസ് അല്ലേ? അംഗവട്ടകാസം എന്ന സിനിമയ്ക്ക് നല്ല റിവ്യൂ പറയാനായി അശ്വന്ത് കോക്ക് 1 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. തണ്ണാക്കില്ലല്ലേ അശ്വന്ത് കോക്ക്? നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിച്ചതേ 1 ലക്ഷം രൂപ അവിടെ തന്നെ പാളിയില്ലേ. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. അതായത് അശ്വന്ത് കോക്കിന്റെ ഒരു 5 മിനിറ്റ് വീഡിയോ കിട്ടി ഈ പറയുന്ന 1 ലക്ഷം. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ. പറയുമ്പം നാണമുണ്ടെങ്കിൽ ഉളുപ്പുണ്ടെങ്കിൽ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അശ്വന്ത് കോക്ക് 1 ലക്ഷം രൂപ മേടിച്ചിട്ട് റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നിമിഷം അല്ല, തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും അശ്വന്ത് കോക്കിന് അതിന്റെ ആവശ്യമില്ല. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നി പറഞ്ഞ മാധവ് സുരേഷിനും പ്രൊഡ്യൂസറിനും അശ്വന്ത് കോക്കിന്റെ റേഞ്ച് മനസ്സിലായിട്ടില്ല. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. അശ്വന്ത് കോക്ക് പറയുന്ന റിവ്യൂ തന്റെ സ്വന്തം അഭിപ്രായം പറയുന്നത്. സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. മാധവ് സുരേഷ് പടം എന്താന്നും സിനിമ അഭിനയം എന്താന്നും പോയി പഠിച്ചിട്ട് വാ. നിന്റെ അഭിനയത്തെ പറ്റി തരക്കേടില്ലാത്ത അഭിപ്രായം അത് ഞാനും കേട്ടു. പൊട്ടപ്പടത്തിലെല്ലാം കൊണ്ട് കൈ വെക്കുന്നു, 8 നില പൊട്ടുന്നു. അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പറയുവാ. ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല. കഴിവിനെ കഴിവായിട്ട് നമ്മൾ അംഗീകരിക്കും. എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. കഴിവില്ലെങ്കിൽ കഴിവില്ലെന്ന് തന്നെ നമ്മൾ പറയും. ഒരു കഴിവില്ലാത്ത മണ്ടനാ സാർ. വരട്ടെ.